ബന്ദികളുടെ മോചനത്തിനായി നടത്തുന്ന ശ്രമങ്ങളോട് ഹമാസ് സഹകരിക്കുന്നില്ല എന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ. ബന്ദികളുടെ പേരുവിവരങ്ങൾ പോലും നൽകാൻ ഹമാസ് തയ്യാറാവുന്നില്ല. പല ഘട്ടങ്ങളായുള്ള ബന്ദികളുടെ മോചനമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. 3 ഘട്ടമായി ബന്ദികളുടെ മോചനം ഉറപ്പാക്കുക എന്നതാണ് ഇസ്രായേൽ നിർദ്ദേശവും. എന്നാൽ ഹമാസിൻ്റെ സഹകരണം കുറവാണെന്നും സള്ളിവൻ പറയുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ ഹമാസ് കൃത്യമായി ഇക്കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ US-ൻ്റെ ആക്ഷേപം. അതായത് ബന്ദികളുടെ മോചനത്തിനായി നടത്തുന്ന ശ്രമങ്ങളോട് ഹമാസ് മുഖം തിരിച്ചു നിൽക്കുന്നു. അത് US സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമായി പറയുന്നു. ഇവരുടെ പേരുവിവരങ്ങൾ പോലും ഹമാസ് നൽകുന്നില്ല. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അത്തരത്തിലൊരു ശക്തമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ജെയ്ക്ക് സള്ളിവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ മീഡിയേഷനിലുണ്ടായിരുന്ന തുടക്കത്തിൽ തന്നെ മീഡിയേഷനിലുണ്ടായിരുന്ന ഖത്തർ ഇതേ കാരണം പറഞ്ഞാണ് മീഡിയേഷൻ, അതായത് മധ്യസ്ഥ ജോലിയിൽ നിന്നും മധ്യസ്ഥ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിയുകയും ചെയ്തത്. പിന്നീട് അല്പം 2 ദിവസങ്ങൾക്കും ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഖത്തർ കൃത്യമായും വിഷയത്തിൽ ഇടപെടാനുള്ള നീക്കങ്ങൾ നടത്തുകയും ദോഹയിലേക്ക് ഹമസിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തു. ഈജിപ്തുമായി ചേർന്ന് പ്രവർത്തനം, നേരത്തെ ഈജിപ്തും ഖത്തറുമായി തുടർന്ന ആ സംവിധാനം വീണ്ടും തുടരുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പല രീതിയിലുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ നിരവധിയായ നീക്കങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു ഭാഗം കൂടിയായാണ് ഈ അടിയന്തരമായൊരു മുന്നേറ്റം അല്ലെങ്കിൽ അടിയന്തരമായൊരു നീക്കം വളരെ കൃത്യമായി ഈ ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഖത്തർ പ്രധാനമന്ത്രിയെല്ലാം തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ നീക്കത്തിന് തുടർച്ചയായാണ് US സുരക്ഷാ ഉപദേഷ്ടാവ് ഈ പ്രദേശങ്ങളിലെല്ലാം സന്ദർശിക്കുകയും ഹമാസിൻ്റെ നേതാക്കളുമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ ഹമാസ് നേതാക്കളുടെ നിലപാട് ഗൗരവതരമാണ് എന്നല്ലെങ്കിൽ മീഡിയേറ്റേഴ്സിൻ്റെ നിലപാട് ഗൗരവമുള്ളൊരു വിഷയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വളരെ തന്ത്രപരമായ ഒരു അവതരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എങ്കിൽ കൂടി അതിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു കൃത്യമായ മറുപടി ഉള്ളത്, ഈ ഹമാസ് ബന്ദികളുടെ മോചനത്തിനായി യാതൊരു നീക്കങ്ങളും നടത്തുന്നില്ല, അല്ലെങ്കിൽ ആ നീക്കങ്ങൾക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല എന്നൊരു സൂചന തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അനുകൂലമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നത് ആ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 100ഓളം ബന്ദികളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ചിലരുടെ വീഡിയോ പുറത്തുവിടുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഹമാസ് നടത്തുന്നുണ്ട് എങ്കിൽ കൂടി ഈ 100ഓളം ബന്ദികൾ ആരൊക്കെ, അതിൽ 2 പേരുടെ പേര് മാത്രമാണ് നമുക്കിപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ പേരുകളും വിവരങ്ങളും അവരുടെ ആരോഗ്യസ്ഥിതിയും സംബന്ധിച്ച ഒരു വിവരങ്ങളും കൈമാറാൻ തയ്യാറാകുന്നില്ല. നേരത്തെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് 3 ഘട്ടമായി, അതായത് 3-1 ബന്ദികളെ വിട്ടയക്കുക, സ്വാഭാവികമായും അതിനനുസരിച്ച് വെടിനിർത്തലിലും സേനാ പിന്മാറ്റവും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക, അങ്ങനെ ഒരു നീക്കമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിൽ ബന്ദികളെ വിട്ടുകൊടുത്തതിന് ശേഷം ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുമോ എന്നൊരു ഭീതി ഹമാസിനുണ്ട് എന്നത് ഒരു വശത്ത് നിലനിൽക്കുന്നു. അത് സംബന്ധിച്ച ധാരണകൾ ഉണ്ടാകണമെന്നൊരു ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നത് മറ്റൊരു ഗൗരവതരമായ വിഷയമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ട്രീറ്റിയിലൂടെ കാര്യങ്ങൾ നീക്കുക എന്നത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കമായി ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഗൗരവതരമായൊരു വിഷയമായി തന്നെയാണ് ഇക്കാര്യങ്ങൾ നിലനിൽക്കുന്നത്. വരാനിരിക്കുന്ന, അതായത് ജനുവരി 20-ന് മുമ്പ് ബന്ദികളുടെ മോചന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണമെന്ന് ഹമാസിനെ മുൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകുകയും അല്ലെങ്കിൽ ഒരു അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു. ഈ ട്രംപിൻ്റെ അന്ത്യശാസനം ഒരർത്ഥത്തിലും അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്കാണോ ഹമാസ് പോകുന്നത് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭരണം മാറണം. നിലവിലെ ഭരണകൂടത്തിൻ്റെ ഭാഗമായ ജെയ്ക്ക് സള്ളിവനാണ് ഇപ്പോൾ ഉള്ളത്. ഭരണം മാറിയതിന് ശേഷം അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ, സ്റ്റീവ് വിറ്റ്കോഫിൻ്റെയൊക്കെ നീക്കങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി എന്താണ് അന്തിമമായി സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. തീർച്ചയായും ഈ അടുത്ത ദിവസങ്ങളിലാണ് തുർക്കി സന്ദർശിച്ചത് അമേരിക്കൻ പ്രതിനിധി കൂടിയായ ആന്റണി ബ്ലിങ്കൻ തുർക്കി സന്ദർശിച്ചത്. അതുപോലുള്ള നിരവധിയായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ സംഭവ വികാസങ്ങൾ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ബന്ദികളുടെ മോചനത്തിനായി നടത്തുന്ന ശ്രമങ്ങളോട് ഹമാസ് സഹകരിക്കുന്നില്ല എന്ന US സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ കൃത്യമായി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.